ത്രിയേക ദൈവത്തിന് സ്തുതി. നാം 36-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. യേശു കർത്താവ് അന്ധനെ സൗഖ്യമാക്കുന്നു. ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. നസ്രയനായ യേശുവെന്ന് കേട്ടിട്ട് ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അധികം അവൻ നിലവിളിച്ചു. ഇത് ജീവിതത്തെ പുതുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സാധാരണക്കാരനായിരിക്കുന്ന ഒരു അന്ധന്റെ പ്രാർത്ഥനയും അതിനോടുള്ളതായ യേശുവിൻ്റെ പ്രതികരണവുമാണ് ഇവിടെ നാം ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ അവന്റെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയായിരുന്നു. യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. വലിയ പുരുഷാരവും ശിഷ്യന്മാരും യേശുവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ യേശു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ബർത്തിമായി എന്ന കുരുടൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. സ്വന്തമായി അവന് പേരൊന്നുമില്ല. പാപം കൊണ്ടാണ് അന്ധനായി ജനിച്ചത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് അവൻ ഉപജീവനത്തിനായിട്ട് ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ അവന്റെ വിശ്വാസവും അവന്റെ പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമായിരുന്നു. നസ്രയനായ യേശുവിനെ കടന്നു പോകുന്നതായിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ദാവീദ് പുത്ര എന്നവൻ നിലവിളിക്കുന്നത്. യേശുവിനെ കേവലം ഒരു നസ്രേത്തുകാരനോ ചരിത്ര പുരുഷനോ ആയി കാണാതെ ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന മശിഹയായി കാണാനും വിശ്വസിക്കുവാനും അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. മശിഹ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ് എന്നവന് വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന, അതവന്റെ വിശ്വാസത്തിന്റെ ആഴമായ പ്രഖ്യാപനമാണ്. യേശു കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റുപറയുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് അവന്റെ പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. ഈ നോമ്പ് കാലങ്ങളിൽ ആഴമായ ദൈവിക വിശ്വാസത്തിലൂടെ ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് ഈ അന്ധൻ അവന്റെ പ്രാർത്ഥനയെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് കാട്ടിത്തരുന്നത്. തന്റെ നിലവിളിക്ക് മുൻപിൽ മിണ്ടാതിരിപ്പാനുള്ള ശാസനയാണ് പുരുഷാരത്തിൽ നിന്നും തനിക്ക് ലഭിച്ചത്. സൗഖ്യവും വിടുതലും കാഴ്ചയും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു നിലവിളിയായിരുന്നു അവൻ്റേത്. എന്നാൽ ആ നിലവിളിയെ തടസ്സപ്പെടുത്തുന്നതായ ഒരു ജനസമൂഹത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതൊന്നും തൻ്റെ ആവശ്യങ്ങളെ കർത്താവിനോട് അറിയിക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും തടസ്സമായിട്ട് അവന് തോന്നിയില്ല എന്നുള്ളതാണ്. മിണ്ടാതിരിപ്പാനുള്ള നിർദ്ദേശത്തിനു മുൻപിൽ വീണ്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അത്. കുറിയലായിസോൻ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവന് സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ചെറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിശ്വാസ ജീവിതത്തിന്റെ പ്രാർത്ഥനയിൽ തടസ്സങ്ങളായിട്ട് നമ്മെ പിന്തിരിപ്പിക്കുവാനായിട്ടിടയാകാറുണ്ട്. ഈ നോമ്പുകാലം കുറിയലായിസോൻ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവേ എന്നോട് കരുണ തോന്നണമേ. പ്രതിസന്ധികളെ അതിജീവിച്ച പ്രാർത്ഥനയായിരുന്നു അന്ധനായ ഈ മനുഷ്യന്റെ പ്രാർത്ഥന. മൂന്നാമത് അവന്റെ പ്രാർത്ഥന അത് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ബൈ ബർത്ത് he was blind.
ജന്മന അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണിവൻ. അവന്റെ നിലവിളിക്ക് മുൻപിൽ യേശു നിന്നു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു. അവന്റെ പുതപ്പും ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്ന് യേശു അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരം ശ്രദ്ധേയമാണ്. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താവശ്യത്തിന് വേണ്ടിയാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി തീരുവാനിടയാകാതെ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം. വിശ്വാസത്തോടും വ്യക്തതയോടും കൂടിയ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുകയാണ്. രോഗത്തിൽ നിന്ന് അവന് വിടുതലും അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയും നൽകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനകളായിട്ട് തീരുവാൻ ഈ നോമ്പ് കാലങ്ങളിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.